മോനെ നാളെ ക്രിസ്മസ് ആണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റോളം അമ്മ പറഞ്ഞ വാക്ക് ഞാൻ കൃത്യമായിട്ട് വലിച്ചു. എന്നും 9 എഴുന്നേക്കണം. ഞാൻ ഇന്ന് 9:19 എഴുന്നേറ്റു. എന്നിട്ട് വീടിന്റെ പിന്നെ പോയി നോക്കിയപ്പോ ഇതാണ് അവസ്ഥ. ഇതിനാണ് എന്നോട് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞത്. അങ്ങനെ അത് കാണാത്ത പോലെ അവിടെ നിന്ന് മുങ്ങി പോയി പല്ലും തേച്ച് അടുക്കളയിൽ പോയി ചായ എടുത്ത് കുടിക്കുമ്പോ അമ്മ പറയാ, ചായ കുടിച്ചിട്ടേ കഴിക്കും. ഇത് ഞാൻ മുന്നേ പ്രതീക്ഷിച്ചതാ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ അമ്മയും കൂടി ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങി. ഇത്തിരി കട്ടിയുള്ള പരിപാടി ആയിരുന്നുണ്ട്. പ്രത്യേകിച്ച് ആരും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണിഷാണ്ടി നമുക്ക് വീടിന്റെ ഉമ്മർത്ത് ചുമ്മാ വൈബ് അടിച്ചിരിക്കുകയാണ്. കാലത്ത് പണിയെടുത്തോണ്ടെന്ന് അറിയില്ല. ഇന്ന് കാലത്ത് കുറച്ച് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇന്ന് റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞപ്പോ അമ്മയുടെ വകയൊരു ചോദ്യം, ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ഒന്നുമില്ലേ? അന്നാച്ച പിന്നെ ക്രിസ്മസ് ആയിട്ട് അമ്മയ്ക്ക് ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഹലോ, എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഒന്നും നോക്കില്ല, ഒരു പാത്രം എടുത്ത് സ്റ്റൗ കയറ്റി കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് നമ്മുടെ ക്യാപ്സിക്കും സബോളയും വാട്ടിയെടുത്തു. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും ചേർത്തു. കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തു. അതിലേക്ക് കുറച്ച് ചിക്കനും തട്ടി കൂട്ടിന് 2 ചിക്കൻ ക്യൂബ്സ് ഇട്ടു. ഇനി അത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് നമ്മുടെ സ്പൈസസും കുറച്ച് ചെറുനാരങ്ങയും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർക്കുക. വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളച്ചാൽ നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് വേവിച്ചെടുക്കുക. ഇനി വെന്ത അരി എടുത്ത് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഇട്ട് 4 മുളക് അങ്ങോട്ട് കുത്തി വെച്ച് അതിന്റെ മേലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടി വെച്ച് മൂടി വെച്ചാൽ നമ്മുടെ തട്ടിക്കൂട്ട് മന്തി റെഡി. ഞാൻ മന്തി ഉണ്ടാക്കി അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല, സ്വിച്ചിട്ട പോലെ 2 പേര് വീട്ടിലേക്ക് എത്തി. അങ്ങനെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ മന്തി കഴിച്ചു. എന്നിട്ട് ആള് പറയാ ഇതിൽ ഉപ്പ് കുറവാണ്. എന്തായാലും ക്രിസ്മസ് ആയിട്ട് എന്റെ വക 3 പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് അത്രയും മതി. പിന്നെ നമ്മുടെ മന്തി കുറച്ച് പാക്ക് ചെയ്ത് സഞ്ചിയിലാക്കി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. വേറെ എവിടേക്കില്ല, നമ്മുടെ ഗുണ്ട മഞ്ചാടിനെ കാണാനായിരുന്നു ആ യാത്ര. നമ്മുടെ മഞ്ചാടി കുട്ടി പഴഞ്ഞ പോയിട്ട് ഗുണ്ടയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട അവളെ നോട്ടം കണ്ട. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഗുണ്ടരേന്ന് ഒരു ഉമ്മ വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഹാപ്പി ക്രിസ്മസ്. അല്ലാണ്ട് ഞാനിപ്പോ എന്തിട്ട് പറയാനാ.